സന്തോഷത്തിന്റെ രഹസ്യം തേടി അവൻ 40 ദിവസത്തോളം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഒടുവിൽ കുന്നിൻ മുകളിലുള്ള മനോഹരമായ കോട്ടയിലെത്തി. അവിടെ അച്ഛൻ പറഞ്ഞ ആ ജ്ഞാനിയെ കണ്ടു. പക്ഷെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ കാത്തു നിന്നിരുന്നു. അങ്ങനെ ഒടുവിൽ അവന്റെ ഊഴമായപ്പോൾ അവൻ ജ്ഞാനിയോട് ചോദിച്ചു, എന്താണ് സന്തോഷത്തിന്റെ രഹസ്യം? അപ്പോൾ ജ്ഞാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ അത് പറയാൻ സമയമില്ല. നീ ഒരു കാര്യം ചെയ്യൂ, ഈ കോട്ട മുഴുവൻ ചുറ്റി നടന്ന് കാണും. അങ്ങനെ ജ്ഞാനി പറഞ്ഞതനുസരിച്ച് അവൻ കോട്ട മുഴുവൻ ചുറ്റി നടന്ന് കാണാൻ ഒരുങ്ങവേ അവന്റെ കയ്യിൽ ഒരു സ്പൂണും 2 തുള്ളി എണ്ണയും കൊടുത്തിട്ട് പറഞ്ഞു, നീ കോട്ട മുഴുവൻ ചുറ്റി നടന്ന് കാണുമ്പോൾ ഈ സ്പൂണിലെ എണ്ണ ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും താഴെ പോകരുത്. അവൻ തലയാട്ടി. അങ്ങനെ അവൻ 2 മണിക്കൂറിന് ശേഷം ജ്ഞാനിയുടെ അടുത്ത് തിരിച്ചെത്തി. ഓ, നീ എത്തിയോ? അടേ, ഈ കോട്ടയിലെ മനോഹരമായ കാഴ്ചകൾ നീ കണ്ടോ? മനോഹരമായ പൂന്തോട്ടം കണ്ടില്ലേ? മനോഹരമായ എന്റെ ലൈബ്രറി കണ്ടില്ലേ? അങ്ങനെ പലതും ചോദിച്ചു. പക്ഷെ കുട്ടിയോ ലജ്ജിച്ച് തല താഴ്ത്തി. കാരണം അവൻ യാതൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം അവന്റെ ശ്രദ്ധ മുഴുവൻ കയ്യിലിരുന്ന സ്പൂണിലും ആ എണ്ണത്തുള്ളികളിലും മാത്രമായിരുന്നു. അവൻ ജ്ഞാനിയോട് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് യാതൊന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതിലുള്ള തുള്ളികൾ താഴെ വീഴുമോ എന്ന് ശ്രദ്ധിച്ചാണ് ഞാൻ നടന്നത്. അതിനാൽ യാതൊന്നും തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ജ്ഞാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, നീ ഇനി ഈ എണ്ണത്തുള്ളികളിൽ ശ്രദ്ധിക്കുകയേ വേണ്ട. നീ ഈ കോട്ടയിലെ മുഴുവൻ കാഴ്ചകളും ആസ്വദിച്ചിട്ട് വരും. അവന് ആശ്വാസമായി. അവനങ്ങനെ ആ സ്പൂൺ കയ്യിൽ പിടിച്ചുകൊണ്ട്, എന്നാൽ അതിലേക്ക് ശ്രദ്ധിക്കാതെ ആ കോട്ടയിലെ മനോഹരമായ എല്ലാ കാഴ്ചകളെയും ആസ്വദിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ അവസാനം ജ്ഞാനിയുടെ അടുത്ത് തിരിച്ചെത്തി. ജ്ഞാനിയെ കണ്ട മാത്രയിൽ ആ കോട്ടയുടെ മനോഹാരിതയെക്കുറിച്ച് അവൻ വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ചിരിച്ചുകൊണ്ട് ജ്ഞാനി ചോദിച്ചു, ആട്ടെ, കയ്യിലിരുന്ന സ്പൂണിലെ എണ്ണത്തുള്ളികൾ എവിടെ? അപ്പോൾ മാത്രമാണ് അവൻ തന്റെ കയ്യിലേക്ക് നോക്കിയത്. അവൻ ആ സ്പൂണിലേക്ക് നോക്കിയപ്പോൾ അതിൽ ഒരു തുള്ളി എണ്ണ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജ്ഞാനി പറഞ്ഞു, എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ലോകത്തിലെ മനോഹരമായ എല്ലാ അത്ഭുതങ്ങളും കാണണം എന്നത് തന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. പക്ഷേ കയ്യിലുള്ള സ്പൂണിലെ എണ്ണത്തുള്ളികൾ മറക്കരുത്. ദ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകത്തിലെ വളരെ ചെറിയൊരു കഥയാണിത്. ലോകപ്രശസ്തനായ എഴുത്തുകാരനായ പൗലോ കൊയ്ലോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക എന്നത് തന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. പക്ഷെ അതൊന്നും തന്നെ നമ്മുടെ കയ്യിലുള്ളവയെ, നമ്മുടെ ലക്ഷ്യങ്ങളെ ഒന്നും മറന്നിട്ടാവരുത്.